എടാ ആളിയ പുതിയ മന്തിക്കട തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി കഴിക്കണ്ടേ? പെട്ടെന്ന് വാ നീ. അല്ലയോ ചേട്ടന്റെ കൂട്ടുകാരാ, ഇയാളല്ലേ ഇന്നലെ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക ഇനി ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇല്ലെന്ന്? അതല്ലടാ, നമ്മുടെ അടുത്തൊരു പുതിയ മന്തിക്കട വരുമ്പോ നമ്മളല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതൊക്കെ പോട്ടെ, നിന്റെ ചേട്ടൻ എന്ത് ചെയ്യും? അവനെ പോയി വിളി. നിങ്ങൾ എല്ലാ കാര്യത്തിനും ചേട്ടനെ വിളിക്കും, പക്ഷെ മാർക്ക് കാണാൻ പോയപ്പോ ചേട്ടൻ നിങ്ങളെ വിളിച്ചോ? എന്ത് മാർക്ക് കാണാൻ പോയെന്നാ? പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഓഹോ, ആ എന്നെ വിളിക്കാതെ മാർക്ക് കാണാൻ ഒറ്റയ്ക്ക് പോയില്ലേ? എന്താ അവനെ വിളിക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വീട്ടിലുണ്ട്. എന്തുകൂടെ ഇത്? ഒരു ഫുഡ് മാർക്ക് കൊണ്ട് എങ്ങനെയാവും? അതാണ് ഇപ്പൊ ഇവന്റെ അവസ്ഥ. എന്നാലും മാർക്ക് കാണാന്ന് എന്നെ വിളിച്ചില്ല കേട്ടാ. സോറി, നിനക്ക് മാർക്ക് കാണണോ? കാണണം. ടിക്കറ്റ് കിട്ടുന്നില്ലടാ. അല്ല ഇവൻ എന്തിനാടാ റൂമിൽ പോന്നേ? തിയേറ്റർ പ്രിന്റ് ആണെന്ന് തോന്നുന്നു. ആ എന്തേലും ആട്ടെ, നമുക്ക് കാണാം. പ്രൊജക്ടറിലാന്ന് തോന്നുന്നു. ആ അതെങ്കിൽ അത് കണ്ണിറയെ കാണും. മാർക്കോയ. എന്തേ മാർക്കോ? എന്തേ മാർഗം ചെയ്ത കോയ. ചരി നോക്കിയാൽ കാണാൻ പറ്റും. അമ്മുൻ്റെ ഇടയ്ക്കൂടെ മാർഗം ചെയ്തു കണ്ടോ? ഇതാണ് അവൻ പറഞ്ഞ മാർക്കോ. മാർക്കോയ. എടാ മോനെ, മാർഗം ചെയ്ത ചെറുക്കനെ കാണാൻ വന്നിട്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലയോ? സാർ ഓർഡർ പ്ലീസ്. തല കണ്ടിച്ചിട്ട് തലക്കറി വെച്ചുള്ളത് എനിക്ക് അറിയുള്ളൂ സാർ. നല്ല കേര തലക്കറി ഉണ്ട്, അതെടുക്കട്ടെ. ഈ തലമന്റെ അടിച്ച് പൊളിച്ചിട്ടേ ഈ തലച്ചോടുത്ത് നിനക്ക് അറിയണം സാർ. മട്ടന്റെ ബ്രെയിന് വെച്ചുള്ള ഒരു തോരനുണ്ട്. ഈ കണക്കാരൊക്കെ തല്ലി ഒടിച്ച് പൊളിച്ചൊരു സാധനം ഉണ്ടോ? മട്ടന്റെ നെല്ലിയുണ്ട് സാർ. ഈ ബ്ലഡ് വെച്ചതിലുണ്ടോ? ബ്ലഡ് രക്തപ്പൊരിയല്ലേ അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആടിനെ നിർത്തി അങ്ങോട്ട് പൊരിച്ചിട്ട് അതിന്റെ അണ്ണാക്ക് അങ്ങോട്ട് പൊളിച്ചിട്ട് ഒരു മീൻ അങ്ങോട്ട് വാരി കുത്തി കേട്ടിട്ട് ആ മീൻ്റെ ഇരിക്കണം. പറ്റുമോ? ഇവനൊന്നും ഒരു ത്രാണിയില്ല. അനീഷണ്ണ, നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? മാർക്കോ 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 നിന്നോട് 50,000 വട്ടം പറഞ്ഞല്ലോ മാറിക്കോ മാറിക്കോന്ന്. കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നു. മാറിക്കോ എന്നാണോ പറഞ്ഞത്? ഞാൻ കേട്ടു മാർക്കോ മാർക്കോ. മാറിക്കോ മാറിക്കോ യോ മാറിക്കോ മാറിക്കോ. എവിടാവൻ? അവന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു, ഒരെണ്ണത്തിന് പോലും ജയിച്ചിട്ടില്ല. ആണോ? അയ്യോ, നീ എന്തിനാ കേട്ടത്? നീ വല്ലതും ജയിച്ചോടാ? അയ്യോ, എന്റെ അച്ഛനും അമ്മയും പറയുന്ന അവനെ കണ്ടുപിടിക്കുന്ന. അതുകൊണ്ട് ഞാൻ അവനെ നോക്കി എഴുതിയത്. നീയും പൊട്ടി കാണുമല്ലോ. അവൻ എന്തിയേ? അച്ഛൻ തോണ്ട നാണോ മാനമില്ല, 1 മണിക്ക് മുമ്പേ ചോറുണ്ണം കയറിയിരിക്കുന്നു. നല്ലൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നീ പരീക്ഷയ്ക്ക് തോക്കും അല്ലയോടാ? അതിൻ്റെ അകത്ത് ചെവിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തവി.
ചായ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് വിളമ്പിയത് അടിപൊളി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്റെ ചെവി പോയി. നിന്റെ ചെവിയല്ലേ പോളെ, എന്റെ പൊട്ടയാ പോയത്. ഓ ആ കാരണം എന്റെ ചെവി വാഷം പൂട്ട് കടിച്ചു പറിക്കുന്നിട്ടുണ്ടടാ. കടിച്ചു പറിച്ചോണ്ട് പോയത്. ഓരോ പടങ്ങൾ ഇറങ്ങും ഓരോരുത്തന്റെ അവയങ്ങൾ എടുത്തോണ്ട് പോകാൻ വേണ്ടി. അയ്യാ എന്തുവാടാ കൈ തലയൊക്കെ ആയിട്ട്? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സൂപ്പ് വെക്കാനാ. എന്നാ തലക്കറി വെക്കണം. എടാ അമ്മ അമ്പലത്തിലെങ്ങാണ്ട് പോയേക്കുവാ, എനിക്ക് മിറ്റമൊക്കെ തൂക്കാനുണ്ട്. മുറ്റം അടിച്ചാ പോരായോ? ആ സിനിമ കണ്ടോണ്ട് എനിക്ക് ആകെ ഗുണമുണ്ടായത് ഇതാ. ആ കണ്ണാന്തരം പിടിച്ച പട്ടി ഞാൻ തല്ലിയാൻ കൊല്ലും. എടാ ഒരു പട്ടി വരെ ആ കാറിനകത്ത് ഇരിക്കുന്ന ഇറങ്ങുന്നില്ലടാ. ഡോഗ് കാറിൽ ആ പട്ടി he has played with a wrong person. പട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. എന്നാ കമ്മി കൂടെ കൊണ്ടുക്കോ. കൈ മതി ഈ കാറില്ലേ? അപ്പൊ സ്പേസ് ഉണ്ട്. ഞാൻ പോയി ചെയ്തിട്ട് ഹായ് ഡോഗി. Can't let you get away. ശരി ഡോഗി. Ah!